പ്രിയമുള്ളവരെ, ഗ്രേസ് ബുക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചടങ്ങിൻ്റെ സ്വാഗതം കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ AM നദ്വിയെ ക്ഷണിച്ചുള്ളൂ. സുഹൃത്തുക്കളെ, കോഴിക്കോട് സർവകലാശാല കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേസ് ബുക്സ് പുറത്തിറക്കിയ വളരെ പ്രസക്തമായ 2 ഗ്രന്ഥങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഗ്രന്ഥം വക്കം പി മുഹമ്മദ് മൊയ്തീൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങളാണ്. വക്കം പി മുഹമ്മദ് മൊയ്തീൻ കേരള നവോത്ഥാന ചരിത്രത്തിലെ അവഗണിക്കാനാവാത്ത ഒരു പ്രതിഭയായിരുന്നു. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ഇസ്ലാമിക ചിന്തകരുടെ ചിന്തകളെ, അവരുടെ രചനകളെ മലയാളത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ, സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ചത്. ഈ കാലയളവിനുള്ളിൽ അദ്ദേഹത്തെ വേണ്ടത്ര സമൂഹം പരിചയപ്പെടുകയോ അത് പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയോ ചെയ്യാതെ പോയെങ്കിലും ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള സാഹിത്യ ലോകത്തേക്ക് വളരെ സജീവ ശ്രദ്ധയിലേക്ക് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള ഭാഷയിൽ ആദ്യമായി വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് വക്കം പി മുഹമ്മദ് മൊയ്തീൻ. കേരള നവോത്ഥാനത്തിലെ അനിഷേധ്യനായ വക്കം മൗലവിയുടെ സഹോദരിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വക്കം മൗലവിയുടെ പരിചരണത്തിൽ, അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിക്ഷണത്തിൽ വളർന്നൊരു വ്യക്തി എന്ന നിലയിൽ എല്ലാ നന്മകളും ചേർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനുള്ള സമയം ഇവിടെയില്ല. നാം എല്ലാം പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, മലയാള ഭാഷയിൽ വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷ വായിക്കുന്നവരൊക്കെ വ്യാപകമായി അതിൻ്റെ ആദ്യ വചനമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് നമ്മൾ വ്യാപകമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പരിഭാഷ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഈ പരിഭാഷ വക്കം പി മുഹമ്മദ് മൊയ്തീൻ സാഹിബിൻ്റെതാണ്. അന്നു മുതൽ ഇന്ന് വരെ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ പരിഭാഷ വക്കം പി മുഹമ്മദ് മൊയ്തീൻ അന്ന് പരിഭാഷപ്പെടുത്തിയ അതേ പരിഭാഷയാണ് ഇന്നും പ്രയോഗിച്ചു വരുന്നത്. അത്രത്തോളം മലയാള ഭാഷയിൽ, അറബി ഭാഷയിലേതുപോലെ തത്തുല്യമായി മലയാള ഭാഷയിലും പ്രാഗൽഭ്യമുണ്ടായിരുന്ന, അറബിക്ക് തത്തുല്യമായി മലയാളവും കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രഗത്ഭ പണ്ഡിതനായിരുന്നു വക്കം പി മുഹമ്മദ് മൊയ്തീൻ. അദ്ദേഹത്തെ പരിചയപ്പെടേണ്ടത്, അദ്ദേഹത്തിൻ്റെ രചനകളെ പരിചയപ്പെടേണ്ടത് മലയാള സാഹിത്യത്തിന് അതുപോലെ തന്നെ മതസമൂഹത്തിന് എല്ലാവർക്കും വളരെ നിർബന്ധകരമായ കാര്യമാണ്. ആ ഒരു ദൗത്യത്തിന് മുൻകൈയെടുത്ത ഗ്രേസ് ബുക്സ് വളരെ മഹത്തായൊരു ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. വക്കം പി മുഹമ്മദ് മൊയ്തീനെ പറ്റി പ്രത്യേക പഠനം നടത്തിയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാന്യനായ പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്താണ് അദ്ദേഹത്തിൽ നിന്ന് ഈ വിഷയങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥം വാട്ട് പ്രൈസ് എ ഫ്രീഡം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിന് മുമ്പും ശേഷവുമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നൽകപ്പെട്ട വിലയുടെ പിന്നാമ്പുറങ്ങളിൽ സംഭവിച്ച സംഗതികളെ വളരെ വളരെ നിരൂപണാത്മകമായി അപഗ്രഥിക്കുന്ന ഒരു ചരിത്ര വായനയാണ് വാട്ട് പ്രൈസ് എ ഫ്രീഡം എന്ന പുസ്തകം. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ മുൻ മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ പി നസീർ അവരുകളാണ്. അദ്ദേഹം ഇപ്പോൾ പാങ്ങോട് മന്നാനിയ ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഈ 2 പുസ്തകങ്ങളുടെയും
പ്രകാശന കർമ്മത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രകാശനത്തിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥികൾ ബഹുമാന്യനായ പാളയം ഇമാമിനെയും അതുപോലെ നസീർ സാർ അവர்களെയും അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ബഹുമാന്യനായ അജീർ കുട്ടി അവர்களെയും അതുപോലെ ഈ പുസ്തകത്തിൻ്റെ പ്രസാദനത്തിന് പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും നൽകിയ വക്കം പി മുഹമ്മദ് മൊയ്തീൻ അവരുടെ മകളും അവരുടെ കുടുംബവും ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കേരള ചരിത്രത്തിലെ പല വ്യക്തികളുടെയും ചരിത്രവും അവരുടെ പഴയ രചനകളുമൊക്കെ വീണ്ടെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രേസ് ബുക്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കുടുംബങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാറില്ല. ഇതുമാത്രമല്ല, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാകുമ്പോൾ അത് സംബന്ധിച്ച രേഖകൾ പലപ്പോഴും അവരുടെ കൈകളിൽ ഉണ്ടാവാറില്ല. ആ വിഷയത്തിൽ വളരെ കേരള ചരിത്രത്തിന്, കേരളത്തിലെ മുസ്ലിം ചരിത്രത്തിന്, തിരുവിതാംകൂർ ചരിത്രത്തിന് വളരെ മഹത്തായൊരു സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ചെയ്തിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ പാളയം ഇമാം അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ട് പുസ്തകങ്ങളുടെയും റിലീസ് ഒരുമിച്ചാണ് നടക്കുക. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് ഈ വേദിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം ഒരുമിച്ച് നിർവഹിക്കപ്പെടും. അതിനുശേഷം പാളയം ഇമാമിൻ്റെ വളരെ ചുരുങ്ങിയ പ്രഭാഷണം ഇവിടെ ഉണ്ടായിരിക്കും. ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നതിന് വേണ്ടി പാളയം ഇമാം അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വക്കം പി മുഹമ്മദ് മൊയ്തീൻ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, അതുപോലെ തന്നെ വാട്ട് പ്രൈസ് ഫ്രീഡം, ഈ രണ്ട് പുസ്തകങ്ങളാണിവിടെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ളത്. 12:30 വരെയാണ് അനുവദിച്ച സമയമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദീർഘിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഏതായാലും ഞാൻ ആദ്യമായി വക്കം പി മൊയ്തീനെ സംബന്ധിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയ ആളല്ല. മറിച്ച് ഞാനൊരു ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായ അജീറുട്ടിയോട്, ഇപ്പോൾ ഈ പുസ്തകം എന്നിൽ നിന്ന് സ്വീകരിച്ച അദ്ദേഹമാണ്, അദ്ദേഹത്തോട് മലയാളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രചന, മലയാളത്തിൽ തന്നെ, അറബിയിലല്ല, മലയാളത്തിൽ തന്നെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എഴുതണം. അത് നമ്മുടെ ഈ തിരുവനന്തപുരം, തിരുവിതാംകൂർ പശ്ചാത്തലമാക്കി ആളുകൾക്ക് വേണ്ടത്ര ഒട്ടുമെന്നല്ല വേണ്ടത്ര പരിചയമില്ലാത്ത ഒരു ഇസ്ലാമിക പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നതാവണം. അതിന് അറബി ഭാഷയും സാഹിത്യവുമായിട്ടൊരു ബന്ധമുണ്ടാവണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ ഏകദേശം ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം എനിക്ക് വക്കം പി മുഹമ്മദ് മൊയ്തീൻ എന്ന് പറയുന്ന ഈ വലിയ വ്യക്തിത്വത്തെ ആദ്യമായി കാര്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. വക്കം പി മുഹമ്മദ് മൊയ്തീൻ്റെ ചില രചനകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അദ്ദേഹത്തിന് ഇത്രത്തോളം രചനകളുണ്ട്, അതും ശുദ്ധമായ മലയാള ഭാഷയിൽ. വർഷങ്ങൾക്ക് മുമ്പ് പരിഭാഷയായും സ്വന്തം രചനയായും എത്രയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ വ്യക്തിത്വത്തെ വേണ്ടത്ര സമൂഹം പരിചയപ്പെട്ടിട്ടില്ല. തെക്കൻ കേരളം പോലും, വടക്കൻ കേരളം മാത്രമല്ല തെക്കൻ കേരളം പോലും വേണ്ടത്ര പരിചയപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളം മാത്രമല്ല മലയാളികൾ മുഴുവൻ പരിചയപ്പെടേണ്ട അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിലാണ്. അതുകൊണ്ടാണ് മലയാളികൾ എന്ന് പറഞ്ഞത്.
മലയാളികൾ മുഴുവൻ പരിചയപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വേണ്ടത്ര പരിചയപ്പെട്ടിട്ടില്ല സമൂഹം. അതുകൊണ്ട് ഞാൻ അജീറുട്ടിയോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ വക്കം പി മുഹമ്മദ് മൊയ്തീൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സമൂഹത്തിന് പരിചയപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംഗമം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനമായോ മറ്റോ നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ അജീറുട്ടിയോട് ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കാറുണ്ട്. അയിടെയാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ സലാഹുദ്ദീൻ സാഹിബ് ഒരു ഘട്ടത്തിൽ എൻ്റെ അടുക്കൽ വരുന്നത്. വക്കം പി മുഹമ്മദ് മൊയ്തീൻ്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം ഗ്രേസ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകാശനം നമുക്ക് ഔപചാരികമായിട്ട് നിർവഹിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രകാശനം നിർവഹിക്കാം എന്നുള്ള ഒരാഗ്രഹം ഞങ്ങളിൽ എല്ലാവരിലും വരികയും അങ്ങനെ അതിൻ്റെ ഒരു പ്രകാശനം ഒരു വേറിട്ട ഒരു പ്രകാശനം തന്നെ നിർവഹിക്കാമെന്ന് ചിന്തിക്കുന്ന കാലയളവിലാണ് ഇങ്ങനെ പുസ്തകമേള തിരുവനന്തപുരത്ത് താമസിയാതെ വരുന്നുണ്ട്. ഒരു മാസം മുമ്പ് പറഞ്ഞതാണ്, താമസിയാതെ വരുന്നുണ്ട്. ആ പുസ്തകമേളയിൽ വെച്ച് തന്നെ പ്രകാശനം നിർവഹിക്കാം. അപ്പോൾ കുറച്ച് ശ്രോതാക്കളായ ആളുകളൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി ആളുകൾക്ക് അതിൻ്റെ പ്രചാരം ലഭിക്കാനുള്ള വഴിയുമായി അത് മാറും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പുസ്തകമേളയിലേക്ക് ഈ പുസ്തകത്തിൻ്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നമ്മൾ മാറ്റിവെക്കുന്നത്. ഏതായാലും വക്കം പി മുഹമ്മദ് മൊയ്തീനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിയായ നല്ല മലയാള ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നുള്ളതാണ്. മതമേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മലയാളം പറയാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ മലയാളം അത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ദൗർബല്യം പലപ്പോഴും ആ മലയാളത്തിന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അത് ഞാനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് മതപണ്ഡിതനാണെങ്കിലും മലയാളം പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അതിലെ കുറവുകൾ പ്രകടമാവും. ഇദ്ദേഹത്തിന് അറബി ഭാഷയിലും ഇസ്ലാമിക വിഷയങ്ങളിലുമൊക്കെ പാണ്ഡിത്യമുണ്ടെങ്കിലും മലയാളത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം പോരാ എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാവും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വക്കം പി മുഹമ്മദ് മൊയ്തീൻ നിരവധി മലയാള കൃതികൾ രചിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതഘട്ടം 1899 ജനിച്ച് 1967 വക്കം പി മുഹമ്മദ് മൊയ്തീൻ്റെ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നു. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ 899 ജനിച്ച് 967 മരണപ്പെട്ട ആ വ്യക്തിത്വം, അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ മലയാള ഭാഷയിൽ ജനങ്ങൾക്ക് ഹൃദ്യമായി ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രചനകൾ നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സംസാരിക്കാൻ ആളുകളുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ രചനകളിലുള്ള നവോത്ഥാന മുഖം എന്നുള്ളതാണ്. നമുക്കറിയാം, വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മലയാളക്കരയിൽ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മലയാളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക മേഖലയിൽ നവോത്ഥാനം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വക്കം പി മുഹമ്മദ് മൊയ്തീൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നവോത്ഥാന മേഖലയിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളുടെ ഒരു പ്രകാശനം കുറച്ചുകൂടി വിസ്തരിച്ചുകൊണ്ട് നിർവഹിച്ച വ്യക്തിത്വമാണെങ്കിലും അത് വേണ്ടത്ര അദ്ദേഹത്തിൻ്റെ രചനകളുടെ നവോത്ഥാന മുഖം സമൂഹത്തിൽ പ്രകാശിതമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ നവോത്ഥാന മുഖം പ്രകാശിതമാക്കാൻ കൂടി തീർച്ചയായിട്ടും വക്കത്തിൻ്റെ രചനകൾ പ്രയോജനകരമാവും. അദ്ദേഹത്തിൻ്റെ രചനകളിൽ മുസ്ലിം നവോത്ഥാനത്തിൽ വലിയ പങ്കാളിത്തം നിർവഹിച്ച, ഇവിടെ തന്നെ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ രചനയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങളിൽ തന്നെ കാര്യമായി വരുന്ന 2 പ്രബന്ധങ്ങൾ മുഹമ്മദ് അബ്ദുവിൻ്റെയും അതുപോലെ തന്നെ റഷീദ് റിളയുടേതുമാണ്. ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉസ്താദ് മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യന്മാരായിരുന്ന ഈ 2 മഹത് വ്യക്തിത്വങ്ങൾ, ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം ലോകം കറങ്ങിയ ഒരു പണ്ഡിതനാണ്. ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ കറങ്ങിയ, ലോകത്തിൻ്റെ സംസ്കാരം അത് മനസ്സിലാക്കിയിട്ടുള്ള, അത് വായിച്ച് മനസ്സിലാക്കുക മാത്രമല്ല കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അനുഭവിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരാണ് മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും. ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ രചനകൾ, മുഹമ്മദ് അബ്ദുവിൻ്റെയും റഷീദ് റിളയുടെയും രചനകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവരുടെ 2 പ്രബന്ധങ്ങൾ കൂടിയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. വക്കം പി മുഹമ്മദ് മൊയ്തീൻ, അതുപോലെ തന്നെ ഇമാം ഗസാലിയുടെ അജായിബുൽ ഖൽബ് എന്ന് പറയുന്ന, ഹൃദയത്തിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഷക്കീബ് അർസലാൻ്റെ ലിമാദാത്ത് അഖറൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥയിലായി, മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ എണ്ണമിട്ടുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഇന്ന് തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾ നമ്മൾ പ്രകാശനം ചെയ്യുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥകാരൻ്റെ മറ്റ് പുസ്തകങ്ങൾ കൂടി, ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് പുസ്തകങ്ങൾ കൂടി വായിക്കാനും പഠിക്കാനും സമൂഹത്തിന് അദ്ദേഹത്തെ പരിചയപ്പെടാനുമുള്ള ഒരു അവസരമായിട്ടത് മാറണമെന്നുള്ളതാണ്. ഇവിടെ ഇനിയും സംസാരിക്കാൻ ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ഹൃദയത്തിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് മാത്രമല്ല, ഗ്രന്ഥകാരനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഇത് നല്ല ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സമകാലീന ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ വിചിന്തനം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പുസ്തകമാണ് ഗ്രേസ് പുറത്തിറക്കിയ വാട്ട് പ്രൈസ് ഫ്രീഡം എന്ന പുസ്തകം. തീർച്ചയായും പുസ്തകം വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. പുസ്തകം പ്രകാശനം ചെയ്ത മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലും മുൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ പി നസീർ അവർകൾ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ഷഹീർജി അഹമ്മദ്, ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച AM നദ്വി, ഇവിടെ വക്കം മൗലവിയെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്ത ആദരണീയനായ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, പ്രിയപ്പെട്ട ശ്രീ അജീർ കുട്ടി, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹാഭിവാദ്യം. വാട്ട് പ്രൈസ് ടു ഫ്രീഡം എന്ന മുഹമ്മദ് റസാഖാൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. നമുക്കേവർക്കും അറിയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിലയിരുത്തലുകളാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും കാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട, കൂടുതൽ വായിക്കപ്പെടേണ്ട അധ്യായങ്ങൾ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ വലിയ ദുരന്തങ്ങളിൽ ഒന്നാമത്തെ ദുരന്തം ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടു എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ദുരന്തം ഗാന്ധി വധവും മൂന്നാമത്തെ ദുരന്തം ബാബരി മസ്ജിദ് ധ്വംസനവുമാണ്. ഇതൊരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ചരിത്രത്തെ അക്കാദമികമായി സമീപിക്കുന്നവർ മറ്റൊരഭിപ്രായമില്ലാതെ സ്വീകരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൗർഭാഗ്യവശാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ മുഴുവൻ മുറിവുകളും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ മതവിഭാഗമായി പോയി എന്നത് ഏറെ വേദനയോടുകൂടിയാണ് ചരിത്രം വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് വിഭജനാനന്തരം ഇന്ത്യയിൽ ശേഷിച്ച മുസ്ലിം മതന്യൂനപക്ഷത്തിന് ഇടയ്ക്കൊക്കെ അവരുടെ ദേശീയ ബോധവും ദേശീയതയുമൊക്കെ ഇങ്ങനെ എടുത്തു പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ട ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് ഇത്തരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും സംഭാവനയോടൊപ്പം
പ്രബല ന്യൂനപക്ഷ മതവിഭാഗമായ മുസ്ലിങ്ങളുടെ സംഭാവനയും വിഭജനാനന്തരം അവർക്കുണ്ടായ വിഷമവും വിഭജനത്തെ അവരെങ്ങനെ രാഷ്ട്രീയമായി സമീപിക്കുന്നു എന്ന അക്കാദമികമായ വിലയിരുത്തലുകളുമൊക്കെ വളരെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ജീവിതാനുഭവങ്ങൾ അക്കാദമികമായ അടയാളപ്പെടുത്തലുകളിലൂടെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഗ്രേസ് ബുക്കിനെ ഈ സന്ദർഭത്തിൽ ഏറെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇത്തരം സംരംഭം, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പ്രസിദ്ധീകരണമൊക്കെ, പബ്ലിഷിംഗ് സംവിധാനമൊക്കെ വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ പ്രത്യേകമായ താല്പര്യവും ഒരു വൈജ്ഞാനികമായ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം രംഗങ്ങൾ നിലനിന്ന് പോവുകയുള്ളൂ എന്ന ഒരു അനിവാര്യമായ തിരിച്ചറിവോടുകൂടി തന്നെ ഗ്രേസ് ബുക്ക് പോലെയുള്ള പ്രസിദ്ധീകരണാലയങ്ങൾ ഇനിയും ഇത്തരം പുസ്തകങ്ങൾ മലയാളക്കരയ്ക്ക് ലഭ്യമാക്കുന്നതിൽ അവർക്ക് വിജയിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് മഹാനായ KM സീതി സാഹിബ്. KM സീതി സാഹിബിൻ്റെ രാഷ്ട്രീയ ചിന്തകളെയും സാമുദായിക ചിന്തകളെയും നവോത്ഥാന ചിന്തകളെയും ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഗ്രേസ് ബുക്സിനുണ്ട്. സീതി സാഹിബിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളെ ഹൃദയത്തിലേറ്റിയ ഗ്രേസ് ബുക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വക്കം പി മുഹമ്മദ് മൈദീൻ്റെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ. അത് ഞങ്ങൾക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനായി അത് ഏറ്റുവാങ്ങിയ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായ പ്രിയപ്പെട്ട ബഹുമാനനായ അജീർ കുട്ടി ഇടവ അവർകളെ ഗ്രേസിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, വക്കം പി മുഹമ്മദ് മൈദീൻ സാഹിബിൻ്റെ അപ്രകാശിതം എന്ന് പറയേണ്ട അസമാഹൃത രചനകൾ ഒരു പുസ്തക രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ പ്രകാശിപ്പിച്ച വക്കം പി മുഹമ്മദ് മൈദീൻ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്നത്. മൈദീൻ സാഹിബിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജ്ഞാന സബരിയെക്കുറിച്ചുമൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖരായിരുന്നവരുടെ കൂട്ടത്തിലുള്ള വക്കം M മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ സഹോദരിയുടെ പുത്രനാണ്. വക്കം മൗലവി നമുക്കേവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിങ്ങളെ അവരുടെ പിന്നാക്ക അവസ്ഥയിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നുമൊക്കെ മോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുവാൻ വലിയൊരു ജ്ഞാനവിപ്ലവത്തിന് തുടക്കമിട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, നമ്മൾ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ടല്ലോ ഗാന്ധിയുടെ നിർമ്മാണ പരിപാടി, അതുപോലെ വക്കം മൗലവിയുടെ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിരുന്നു ബഹുഭാഷാ പഠനം. അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യമായിരുന്നു മുസ്ലിങ്ങളെല്ലാവരും മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, അറബി ഈ 4 ഭാഷകൾ പ്രത്യേകിച്ചും പഠിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളിലൊക്കെ വളരെ സൃഷ്ടിപരമായി ഇടപെടുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ആളുകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ആ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ആ ലക്ഷ്യം വക്കം പി മുഹമ്മദ് മൈദീൻ സാർത്ഥകമാക്കുകയുണ്ടായി എന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഈ 4 ഭാഷകളിലും പ്രാവീണ്യം നേടിയ ഒരു പണ്ഡിതനായിരുന്നു വക്കം പി മുഹമ്മദ് മൈദീൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തന്നെ എഴുത്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എൻ്റെ ജന്മനാടായ ഇടവയിൽ കേരള ചരിത്രത്തിൻ്റെ തന്നെ, പ്രത്യേകിച്ച് മുസ്ലിം ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ വലിയൊരു അച്ചുകൂടം ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു. CM പ്രസ് എന്നാണ് അതിൻ്റെ പേര്, കൊറോണേഷൻ മെമ്മോറിയൽ പ്രസ്. ആ പ്രസ്സിൽ നിന്നും ഇറങ്ങിയിരുന്ന
യുവകേസരി മാസികയിൽ വക്കം പി മുഹമ്മദ് മൈദീൻ ധാരാളമായി എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രചനാ സംരംഭങ്ങളെക്കുറിച്ച് പറയുന്നതിന് ധാരാളം സമയം ആവശ്യമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിലും മറ്റ് ചില പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെയായി അദ്ദേഹം എഴുതിയ പഠനാർഹമായ ലേഖനങ്ങളും വിവർത്തനങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ള ഈ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ. ഇതിൽ ഇസ്ലാമിൻ്റെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരായി പരിഗണിക്കപ്പെടുന്ന സയ്യിദ് സുലൈമാൻ നദ്വി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, മുഹമ്മദ് റഷീദ് റിള എന്നിവരുടെ പണ്ഡിതോജ്യമായ ലേഖനങ്ങളുടെ വിവർത്തനങ്ങളാണ്. അന്ന് നമ്മളിത് ഇത്തരം പഠനങ്ങളിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ തന്നെ കാരണം അന്വേഷിക്കുമ്പോൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അവരുടെ മതം എന്താണെന്നോ അവരുടെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നോ അവരെങ്ങനെയാണ് ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്നോ ഒന്നും പ്രത്യേകിച്ച് അറിഞ്ഞുകൂടാത്തൊരു കാലത്ത് അവരെ അതിലേക്ക് നയിക്കുന്നതിന് ഇത്തരം പണ്ഡിതന്മാരുടെ രചനകളുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ രചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവർത്തനങ്ങളും പഠനങ്ങളും മറ്റും നടത്തിയത്. അത് നമ്മുടെ മുസ്ലിം സമൂഹം ഇന്നും പ്രത്യേകിച്ചും കാര്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അത്തരത്തിൽ പഠിക്കുന്നവർക്ക് പല നിലകളിലും ഒരു വഴികാട്ടിയാകുന്ന ഈ പുസ്തകം നമ്മുടെ സഹൃദയ ലോകം ഏറ്റെടുക്കണമെന്നും സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വക്കം മുഹമ്മദ് മൈദീൻ സാഹിബിൻ്റെ 2 പ്രധാന ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവർത്തനം തന്നെയാണ്. വളരെ സുന്ദരമായ മലയാളത്തിലാണ് അദ്ദേഹം ഖുർആൻ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പൂർണ്ണമായും പ്രസിദ്ധപ്പെടുത്തുവാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് മലയാളത്തിൽ ഖുർആൻ പൂർണ്ണമായും വിവർത്തനം ചെയ്തതിൻ്റെ ഖ്യാതി അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറബി ഭാഷ വ്യാകരണ പഠന ഗ്രന്ഥവും കേരള സർവകലാശാല പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പുസ്തകം അജായിബുൽ ഖൽബ് ഇവിടെ പറയുകയുണ്ടായി, ഹൃദയത്തിൻ്റെ അത്ഭുതങ്ങൾ. അത് ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഒരു ഭാഗമാണ്. അത് അദ്ദേഹം വിവർത്തനം ചെയ്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിസ്മൃതിയിൽ തീരെ മാഞ്ഞു പോകുമായിരുന്ന ഈ ഗ്രന്ഥകാരനെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും നമ്മുടെ പ്രധാനപ്പെട്ട പ്രസാധകരിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവ് സലാഹുദ്ദീൻ സാഹിബും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്, വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ കൈകളിൽ എത്തുന്നത്. അത് എല്ലാ അർത്ഥത്തിലും സാർത്ഥകമാകുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണവും പഠനവും ഈ പുസ്തകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള താല്പര്യവുമൊക്കെ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിക്കുകയും ഈ ചടങ്ങ് ഇവിടെ ഭംഗിയായി സംഘടിപ്പിച്ച ഗ്രേസ് ബുക്സിന് അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ വിജയത്തിനായി എല്ലാവരും ആത്മാർത്ഥമായി അവരുടേതായ നിലയിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. നന്ദി, നമസ്കാരം. സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. തീർച്ചയായും ഗ്രേസ് ബുക്സിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ഗ്രേസിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ സന്തോഷമുണ്ട്. KM സീതി സാഹിബിൻ്റെ ഗുരു എന്ന കൂടി വക്കം മൗലവിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയാൻ ഇനിയും ഗ്രേസ് ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വ്യക്തിത്വങ്ങൾക്കും അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.